ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഫാസ് കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് ചക്ക കൊണ്ടുള്ള നല്ലൊരു അടിപൊളി പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പായസം കൂടിയാണ്. അപ്പോൾ ഇതിന് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് പായസത്തിന് ആവശ്യമായിട്ടുള്ളത്. ഞാനിപ്പോൾ ചക്ക ഒരു കപ്പ് വെള്ളമൊഴിച്ച് ഒരു കപ്പ് പഞ്ചസാരയും ചേർത്ത് വേവിച്ച് അരച്ചെടുത്തത്. 2 തേങ്ങൻ്റെ 1/4 പാല്, ഇത് 2/2 പാല്. പിന്നീട് സേമിയ വേവിച്ച് വെച്ചത്, കണ്ടൻസ്ഡ് മിൽക്ക് ഞാൻ തന്നെ വീട്ടിലുണ്ടാക്കിയത് ഏലക്കായ് ചേർത്തിട്ട്, സാബൂനരി കുതിർത്തിയത്, പഞ്ചസാര, ഉപ്പ്, നെയ്യ്. ഇത്രയും സാധനങ്ങളാണ് നമുക്കിപ്പം പായസത്തിന് ആവശ്യമായിട്ട് ഉള്ളത്. അപ്പം നമുക്ക് പായസം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പായസം ഉണ്ടാക്കുന്ന പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് നമുക്ക് 2/2 പാല് ഒഴിച്ചു കൊടുക്കാം. 2/2 പാല് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക. ചക്കയും പഞ്ചസാരയും കൂട്ടി അരച്ച് വെച്ച കൂട്ട് ചേർത്ത് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക. മുഴുവനായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പം നല്ല രീതിയിൽ മിക്സായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കുതിർത്തി വെച്ച സാബൂനരി ഇട്ട് കൊടുക്കാം. കുതിർത്തി വെച്ച സാബൂനരി ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ഏകദേശം ഒരു തള വരുമ്പോൾ തന്നെ അത് വെന്ത് കിട്ടും. ഇപ്പം ഏകദേശം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം. ഇത് ഞാൻ തന്നെ വീട്ടിൽ ഉണ്ടാക്കിയ മിൽക്ക് മെയ്ഡാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഏലക്കായ കൂടി ചേർത്തിട്ടുണ്ട്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇളക്കുക. ഈ സമയത്ത് തീ മീഡിയം ഫ്ലെയിമിൽ ആക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഫുൾ ഫ്ലെയിമിൽ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അടിക്ക് പിടിച്ച് പോകും. പിന്നീട് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഞാൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നില്ല. അതിനിടയിൽ നോക്കിയിട്ട് ആവശ്യമാണെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പം നമ്മൾ മിൽക്ക് മെയ്ഡും ചക്ക വേവിക്കുന്ന സമയത്ത് അതിലും പഞ്ചസാര ചേർത്തത് കൊണ്ട് നമുക്കിനി ആവശ്യമാണെങ്കിൽ മാത്രം നോക്കിയതിന് ശേഷം ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ പായസം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് സേമിയ വേവിച്ച് എടുത്തത്, അതായത് സേമിയ വേവിച്ച് ഒരരിപ്പയിലോട്ട് മാറ്റിയതിന് ശേഷം അതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിക്കുക. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ, അതായത് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച 1/4 പാല്, അത് ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നമ്മുടെ പായസം നല്ല രീതിയിൽ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം.
ഇപ്പോൾ എനിക്ക് കിട്ടിയ നെയ്യ് ഇതായത് കൊണ്ട് ഞാൻ ഇതൊഴിച്ച് കൊടുക്കുന്നുണ്ട്. മിൽമ നെയ്യാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. അപ്പം ഞാനിപ്പോൾ എനിക്ക് അത് കിട്ടിയിട്ടില്ല, അപ്പോൾ ഇത് ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊരു 2 ടേബിൾ സ്പൂണോളം ഒഴിച്ച് കൊടുക്കുക. ഒഴിച്ച് കൊടുത്തതിന് ശേഷം തീ ഓഫ് ചെയ്ത് മൂടി വെക്കുക. ഏകദേശം 2 മിനിറ്റ് വരെ മൂടി വെക്കുക. ഞാനിപ്പോൾ ഇതിൽ നട്ട്സൊന്നും ചേർത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് നട്ട്സ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ ഒന്ന് നെയ്യിൽ ഫ്രൈ ചെയ്തെടുത്ത് ഇതിലേക്ക് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ നട്ട്സൊന്നും ചേർക്കുന്നില്ല. അപ്പം നമ്മുടെ പായസം നല്ല രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്കിതൊരു സെർവിങ് പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട്. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അതോടൊപ്പം ഓൾ എന്ന ഓപ്ഷൻ കൂടി വരുമ്പോൾ അതും കൂടി ക്ലിക്ക് ചെയ്യുക. പരമാവധി ഷെയർ ചെയ്യാം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നത് വരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും.